നമസ്കാരം, സ്മാർട്ട് ബിസിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം ഒരു ബിസിനസ് സുഹൃത്തുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. പറഞ്ഞ പ്രധാന പ്രശ്നം ഇതാണ്: ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ലഭിക്കുന്നതിനേക്കാൾ 4 ഇരട്ടി ലാഭമാണ് ഇദ്ദേഹത്തിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് എടുത്ത് വിൽക്കുന്ന റീറ്റെയിലേഴ്സിന് ലഭിക്കുന്നത്. അപ്പോൾ താനും ഒരു റീറ്റെയിൽ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. എല്ലാ തരം ബിസിനസ്സുകൾക്കും മാർക്കറ്റ് നിശ്ചയിക്കുന്ന ഒരു ലാഭ മാർജിനുണ്ട്, ഒരു വില നിലവാരമുണ്ട്, ഒരു ലാഭ മാർജിനുമുണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ടേ മാർക്കറ്റിൽ പ്ലെയേഴ്സായ നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും. അദ്ദേഹമായിരിക്കുന്നത് ഹോൾസെയിലിലാണ്. ഹോൾസെയിലിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഹൈ വോളിയം ലോ പ്രോഫിറ്റാണ് ബിസിനസ്. അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സായ റീറ്റെയിലേഴ്സ് നിൽക്കുന്ന റീറ്റെയിലിങ്ങിലാണ്. അവിടെ ലോ വോളിയം ഹൈ മാർജിനാണ് ബിസിനസ്. അപ്പോൾ 500 പ്രൊഡക്റ്റ് വിൽക്കുന്ന അദ്ദേഹത്തിന് പെർ യൂണിറ്റ് ലഭിക്കുന്ന ലാഭമേ 5-10 പ്രൊഡക്റ്റ് വിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ റീറ്റെയിലേഴ്സിന് ലഭിക്കാവൂ എന്ന് പറയുന്നതിൽ ന്യായമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യം, അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഏറ്റവും മനോഹരമായി ചെയ്യാൻ ശ്രമിക്കുക, അതിലെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും യൂസ് ചെയ്യുക. അതിനുശേഷം ഒരു എക്സ്പാൻഷൻ എന്ന രീതിയിൽ വേണമെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റാണെങ്കിൽ അദ്ദേഹത്തിന് റീറ്റെയിലിങ്ങിലേക്ക് എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളതാണ് അതിലെ ആശയം. അപ്പോൾ അത് തീരുമാനിക്കേണ്ടത് ഓരോ ബിസിനസ്സുകാരനും അവനവൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എടുക്കേണ്ട തീരുമാനമാണ്. അല്ലാതെ പ്രോഫിറ്റ് കണ്ടിട്ട് ഇപ്പോഴുള്ള ബിസിനസ്സിൽ നിന്ന് വേറെ ഒരു മേഖലയിലേക്ക് ഓടുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം ഏറ്റവും മനോഹരമായി ചെയ്യുക എന്നതാണ് പ്രധാനം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം, എങ്ങനെ അവരവരുടെ മേഖലകളിൽ നിന്നുകൊണ്ട് നമ്മളുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് മാക്സിമം വർദ്ധിപ്പിക്കാമെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ബ്രാൻഡഡ് അല്ലെങ്കിൽ പുതിയൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ ബ്രാൻഡിൻ്റെ വാല്യൂ എൻഹാൻസ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ സ്വീകരിക്കുക. ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പേര് നിശ്ചയിക്കുക, വളരെ അത്യാകർഷകമായിട്ടുള്ളൊരു പേര് നിശ്ചയിക്കുക, ഒരു ലോഗോ ഉണ്ടാക്കുക, പ്രൊഡക്റ്റിനെ നന്നായിട്ട് പാക്കേജ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വളരെ പ്രസൻറ്റബിളായി ഈ പ്രൊഡക്റ്റിനെ മാറ്റിക്കഴിയുമ്പോൾ അതിൻ്റെ വിസിബിലിറ്റി വർദ്ധിക്കും. അതിന് കൂടുതൽ എമൗണ്ട്, ഒരു പ്രൈസ് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ജനറിക് പ്രൊഡക്ട്സിനേക്കാളും എപ്പോഴും നമുക്ക് ബ്രാൻഡഡ് പ്രൊഡക്ട്സിൽ പ്രൈസ് കൂട്ടി ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആനുപാതികമായി നമ്മുടെ പ്രോഫിറ്റ് അവിടെ വർദ്ധിക്കും. ഇനി രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് ഫോർവേഡ് ഇൻ്റഗ്രേഷനാണ്. അദ്ദേഹം ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത്, ഏത് ബിസിനസ്സിൻ്റെ സ്റ്റേജിൽ എവിടെയാണോ നിൽക്കുന്നത്, അവിടെ നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് കയറുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സുഹൃത്തിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു റീറ്റെയിലിംഗ് ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു ഫോർവേഡ് ഇൻ്റഗ്രേഷനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ആ പ്രൊഡക്റ്റിന് കൂടുതൽ മാർജിൻ കിട്ടുന്ന ഒരു മേഖലയിലേക്ക് അദ്ദേഹം മാറുവാൻ ശ്രമിക്കുന്നു. അതൊരു ഫോർവേഡ് ഇൻ്റഗ്രേഷനാണ്. മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ബാക്ക്വേഡ് ഇൻ്റഗ്രേഷനാണ്. നമ്മളിപ്പോൾ ഫോർവേഡ് ഇൻ്റഗ്രേഷന് സംസാരിച്ചതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ബാക്ക്വേഡ് ഇൻ്റഗ്രേഷൻ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിലേക്കാണ് അല്ലെങ്കിൽ ലെവലിലേക്കാണ് നമ്മൾ ഫോർവേഡ് ഇൻ്റഗ്രേഷനിൽ ചിന്തിക്കുന്നതെങ്കിൽ, ബാക്ക്വേഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏത് ബിസിനസ് സ്റ്റേജിലാണോ നിൽക്കുന്നത് അവിടുന്ന് ഒരു പടി കൂടി പുറകോട്ടുള്ള ഒരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുക എന്നർത്ഥം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ടയർ റീത്രെഡിങ് ചെയ്യുന്ന ഒരു യൂണിറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ റീത്രെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള റബ്ബർ റീത്രെഡഡ് റബ്ബർ അവർ വാങ്ങിക്കുന്നത് വേറെ യൂണിറ്റുകളിൽ നിന്നായിരിക്കും. അപ്പോൾ ഈ റീത്രെഡഡ് റബ്ബർ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ റോ മെറ്റീരിയൽ വളരെ കുറഞ്ഞ കോസ്റ്റിൽ അവർക്ക് ലഭിക്കും. അവരുടെ ഇപ്പോഴത്തെ ബിസിനസ് കൂടുതൽ ലാഭകരമാക്കാനായിട്ട്, കൂടുതൽ കോമ്പറ്റേറ്റീവ് ആക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഇതാണ് ബാക്ക്വേഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. നാലാമത്തെ ആശയം എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. കോംപ്ലിമെൻ്ററി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ റിസോഴ്സസും ഇൻഫ്രാസ്ട്രക്ചറും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന പ്രൊഡക്ട്സും സർവീസസും നമ്മളുടെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യുക എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ടേൺ ഓവർ നമുക്കൊരു അഡീഷണൽ കോസ്റ്റ് കാര്യമായിട്ടില്ലാതെയാണ് നമുക്ക് അതിൻ്റെ ടേൺ ഓവർ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലാഭ മാർജിൻ വർദ്ധിപ്പിക്കാൻ അത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അഞ്ചാമത്തെ ആശയം എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുക എന്നുള്ളതാണ്.
സ്കെയിലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വോളിയം വർദ്ധിപ്പിക്കുക. അപ്പോൾ വോളിയം വർദ്ധിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ലാഭ മാർജിൻ വർദ്ധിക്കുക? നമ്മൾ റോ മെറ്റീരിയൽസ് ബൾക്കായിട്ട് വാങ്ങിക്കും. അപ്പോൾ നമുക്കൊരു ബൾക്ക് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ് നമുക്ക് ലഭിക്കും. നമ്മളുടെ പ്ലാന്റിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മാക്സിമം ലെവലിൽ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും. അതുപോലെ നമ്മളുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീം അതേ ചാനലിൽ തന്നെ കൂടുതൽ വോളിയം പുഷ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ സെയിൽസ്, മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റുകൾ കുറയും. പോരാത്തതിന് അഡ്വർടൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്വർടൈസിങ് കോസ്റ്റ് പെർ യൂണിറ്റിലേക്ക് വരുമ്പോൾ ഈ കോസ്റ്റുകളെല്ലാം നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്കെയിലപ്പ് ചെയ്യുക, ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുക, മാക്സിമം വോളിയത്തിലേക്ക് ബിസിനസ്സിനെ കൊണ്ടുപോവുക എന്നുള്ളതും നമ്മളുടെ ലാഭ മാർജിൻ വർദ്ധിപ്പിക്കാനുള്ള രീതിയാണ്. ഇനി ആറാമത്തെ ആശയം എന്ന് പറയുന്നത് നമ്മളൊരു പ്രീമിയം പ്രൊഡക്റ്റ് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് അതേ വിലയിൽ നമുക്ക് നല്ലൊരു ബിസിനസ് തരുന്നുണ്ട്, ഒരു നല്ല മാർക്കറ്റ് ഷെയർ ഉണ്ട്, നമ്മളുടെ കമ്പനിക്ക് പ്രോഫിറ്റ് നേടിത്തരുന്നുണ്ട്. എന്നാൽ ഈ പ്രൊഡക്റ്റിന് നമ്മളിനി വില കൂട്ടിയാൽ ഈ പ്രൊഡക്റ്റ് ഇതുപോലെ വിൽക്കുമോ, മാർക്കറ്റ് ഷെയർ നഷ്ടപ്പെടുമോ, നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി അത് അഫക്റ്റ് ചെയ്യുമോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു റിസ്ക് എടുക്കാതെ നമ്മൾ ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിലേക്ക് കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് കുറച്ച് വാല്യൂ അഡീഷൻ നൽകിക്കൊണ്ട് ആ പ്രൊഡക്റ്റിനെ ഒരു പ്രീമിയം പ്രൊഡക്റ്റായിട്ട് ഇച്ചിരിയോടെ ഹയർ പ്രൈസിൽ നമ്മൾ അവതരിപ്പിക്കുന്നു. ആ പ്രൊഡക്റ്റിലേക്ക് നമ്മളുടെ മാർക്കറ്റിംഗ് എഫേർട്സ്, അഡ്വർടൈസ്മെൻ്റ് അടക്കമുള്ള പ്രൊമോഷണൽ എഫേർട്സ് നമ്മൾ പമ്പ് ചെയ്യുന്നു. നമ്മുടെ സെയിൽസ് ഫോഴ്സിനെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിലേക്ക് കുറച്ചുകൂടി ട്യൂൺ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പഴയ പ്രോഡക്റ്റ് അതേ പ്രൈസിൽ അവിടെ നിൽപ്പുണ്ട്, അത് ഓൾറെഡി മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, അതിൻ്റെ വോളിയം നമുക്ക് വരുന്നുണ്ട്, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുമില്ല. എന്നാൽ പുതിയ നമ്മുടെ പ്രൊഡക്റ്റിൽ, ഈ പ്രീമിയം പ്രൊഡക്റ്റിൽ കുറച്ച് ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ഇത് നാച്ചുറലി ഒരു ഹൈ പ്രോഫിറ്റ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മളുടെ ബിസിനസ്സിൻ്റെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി എൻഹാൻസ് ചെയ്യാനും പ്രോഫിറ്റ് മാർജിൻ വർദ്ധിപ്പിക്കാനും നമ്മളെ സഹായിക്കും. അതാണ് പ്രീമിയം പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്താലുള്ള സാധ്യതകൾ. ഇത് വളരെ കാര്യമായി തന്നെ നമ്മളുടെ മിക്ക മൾട്ടിനാഷണൽ കമ്പനികളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഏഴാമത്തെ ആശയം എന്ന് പറയുന്നത് നമ്മളുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എഫേർട്ട് ഏറ്റവും ഹൈ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിലേക്കും സർവീസസിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് മിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ കുറേ പ്രൊഡക്ട്സ് ഉണ്ടാവും. ആ പ്രൊഡക്ട്സിൽ പ്രോഫിറ്റബിലിറ്റി അനുസരിച്ചിട്ട് ആ പ്രൊഡക്ട്സിനെ അല്ലെങ്കിൽ ആ സർവീസസിനെ ഒന്ന് ഗ്രേഡ് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക. ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിലേക്ക് കൂടുതൽ മാർക്കറ്റിംഗ് എഫേർട്ട്, സെയിൽസ് എഫേർട്ട് പമ്പ് ചെയ്യുക. അങ്ങനെ പമ്പ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രൊഡക്ട്സിൻ്റെ റേഷ്യോ, നമ്മളുടെ ടോട്ടൽ ബിസിനസ് വോളിയത്തിലുള്ള റേഷ്യോ വർദ്ധിക്കുകയും നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി അത് സഹായിക്കുകയും ചെയ്യും. പലപ്പോഴും സാധാരണ നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും സെയിൽസ് വോളിയത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. വോളിയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സെയിൽസ് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലോ മാർജിൻ, ലോ പ്രൈസ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാനാണ്, ലോ എൻഡ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാനാണ് അവർക്ക് ഏറ്റവും ഈസി. അപ്പോൾ അവരങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പ്രോഫിറ്റബിലിറ്റിയെ, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ അത് ബാധിക്കാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഹൈ പ്രോഫിറ്റ് ബിസിനസ്സുകളിലേക്ക്, പ്രൊഡക്റ്റുകളിലേക്ക്, സർവീസുകളിലേക്ക്, സെക്ഷനുകളിലേക്ക് നമ്മളുടെ സെയിൽസ് ഫോഴ്സിൻ്റെ ഓറിയൻറ്റേഷൻ വളരെ അത്യാവശ്യമാണ്. വോളിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായും ഈ ഒരു ഫാക്ടർ പരിഗണിക്കുന്നത് വളരെ നന്നായിരിക്കും. എട്ടാമത്തെ ആശയം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസസ് കുറയ്ക്കുക എന്നുള്ളതാണ്. എ റുപ്പി സേവ്ഡ് ഈസ് എ റുപ്പി ഏൺഡ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എക്സ്പെൻസസ് കുറയ്ക്കുവാനുള്ള എല്ലാ എഫേർട്ടുകളും നമ്മൾ എടുക്കണം. ഏതൊക്കെ രീതിയിൽ നമ്മളുടെ എക്സ്പെൻസസ് കുറയ്ക്കാമെന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല, കാരണം നമ്മളുടെ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടിപ്പോവും. നമുക്ക് വേറെ ഒരു വീഡിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ എക്സ്പെൻസസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള ആശയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ഇപ്പോൾ നമ്മളുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള 8 ആശയങ്ങൾ നമ്മൾ പങ്കുവെച്ച് കഴിഞ്ഞു. ഒന്നാമത്തെ ആശയം ഒരു ബ്രാൻഡായി അതിനെ വളർത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ആശയം ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ. ഇപ്പോൾ നമ്മൾ എവിടെയാണോ നിൽക്കുന്നതെന്ന് അവിടെ നിന്ന് കുറച്ചുകൂടെ വാല്യൂ അഡീഷൻ നൽകുന്ന ഒരു സ്റ്റെപ്പിലേക്ക് നമ്മളുടെ ബിസിനസ്സിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ബാക്ക്വേഡ് ഇൻറ്റഗ്രേഷനാണ്. ബാക്ക്വേഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ റിസോഴ്സസ് നമ്മൾ എടുക്കുന്ന ഒരു പോയിൻറ്റിലേക്ക് നമ്മളുടെ ബിസിനസ്സിനെ പുറകോട്ട് വികസിപ്പിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ ആശയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കോംപ്ലിമെൻ്ററി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് നമ്മളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ ആശയം എന്ന് പറയുന്നത്
നമ്മളുടെ ബിസിനസ്സിനെ കൂടുതൽ സ്കെയിലപ്പ് ചെയ്യുക, നമ്മളുടെ വോളിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആറാമത്തെ ആശയം പ്രീമിയം പ്രൊഡക്ട്സ് നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. ഏഴാമത്തെ ആശയം കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിലേക്കും സർവീസസിലേക്കും നമ്മളുടെ മാർക്കറ്റിംഗ് എഫേർട്സ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഏഴാമത്തെ ആശയം. എട്ടാമത്തെ ആശയം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ എക്സ്പെൻസസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.